ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി നോമ്പൊക്കെ ആവാറായില്ലേ, ഇനി നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു അര പാക്കറ്റ് മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും കട്ടല്ലാതെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഈ ഒരു പാകത്തിന് മതി. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. അതേ പാനിലോട്ട് തന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ ഒരു 3 സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ വരെ മുട്ട ബീഫോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ചിക്കനോ ബീഫോ വാങ്ങുന്ന സമയത്ത് ഒരു 3-4 പീസ് മാറ്റി വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും വൈകിട്ടൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് സവാള വഴേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടാകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി മൈദേൻ്റെ ആ ബാറ്ററിലും അതേപോലെ തന്നെ ചിക്കനിലും ഉപ്പിട്ടതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് മസാലയ്ക്കുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഒരുപാട് വഴേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു നേരം കൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ചിക്കനില്ലേ, അതും ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എല്ലാ മസാലയും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളുടെ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് മല്ലിയിൽ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണുണ്ട് കേട്ടോ. എല്ലാതും കുറച്ച് അധികം എടുത്ത് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനില്ലേ, അതായാലും മതി കേട്ടോ. ഇനി ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കറക്കിയെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു അപ്പം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങും കൂടി ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡിലാക്കിയിട്ടാണ് കേട്ടോ ഫില്ലിങ് വെച്ചെടുക്കേണ്ടത്. ഞാൻ പറയണേക്കാളും ഇനി ഞാൻ ഈ കാട്ടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണെന്ന്. ഇനി നമ്മുടെ ആ ഒരു അപ്പല്ലേ, അത് ഇതേപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി അപ്പുറത്തെ ആ സൈഡിലേക്ക് നമുക്ക് കുറച്ച് മാവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ആ അപ്പം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു അപ്പം അങ്ങോട്ടൊന്ന് മറിച്ചിടാണ്. ഇനി ഈ സൈഡിൽ വീണ്ടും നമ്മൾ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചുട്ട അപ്പത്തിൻ്റെ അത് മുട്ടിട്ട് തന്നെ ഒഴിക്കാൻ നോക്കാം കേട്ടോ. എന്നാൽ തന്നെ ഇത് നല്ല പൊട്ടാതെ തന്നെ കിട്ടുള്ളൂ. ഇനി അപ്പം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ ഒരു സൈഡും കൂടി ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ 3 സൈഡിലാണ് കേട്ടോ ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എഗ്ഗ് ഒന്ന് മിക്സാക്കി എടുത്തില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ്. ആ ഫില്ലിങ്ങും ഉണ്ടാക്കിയെടുത്താൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ് കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഈ ഒരു സൈഡും കൂടി ആ മുട്ടൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ.
ഇനി ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.